ഇന്ന് നമ്മൾ പോകുന്ന സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിങ് അങ്ങനെയല്ല. ഇപ്പോൾ ഈ തീർത്ഥാടനത്തിന് പോകുന്നവരെയും ട്രക്കിങ്ങിന് പോകുന്നവരെയും ഒരേപോലെ എന്താണ് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അത് ബാംഗ്ലൂർ മാക്സിമം ഒരു 70 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്തിനെ ദക്ഷിണകാശി എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശി വിശ്വനാഥൻ്റെ ഒരു ടെമ്പിളുണ്ട്, പ്ലസ് അവിടെ ഗംഗയുള്ള പോലെ തന്നെ ഇവിടെ ഒരു നീരറവ ഉണ്ടെന്നാണ് പറയുന്നത് നല്ല നീരറവയുണ്ട്. ഞാൻ മുകളിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുകൊണ്ട് ദക്ഷിണകാശി എന്നാണ് ഈ ഒരു പ്ലേസിനെ അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ പോകുന്ന വ്യൂസ് കാര്യങ്ങളെല്ലാം രണ്ട് സൈഡിലും ഒരു കാട് പോലെ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ സ്റ്റെപ്പ് വന്നേക്കുക. അപ്പോൾ നമ്മൾ പോകുന്നത് അങ്ങനെയാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളോട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് ചിലപ്പോൾ പറഞ്ഞുതരാം. ഒത്തിരി ഡീറ്റെയിലിംഗ് അല്ല, ഒരു പോയിന്റ് ബേസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻട്രൻസ് ഇങ്ങനെ വരുന്നത്, ഇവിടെ നിന്നോളം നമ്മൾ കയറാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുകളിലാണ് ഈ അമ്പലം അല്ലെങ്കിൽ ട്രക്കിംഗ് എന്ന സ്പോട്ട്, ഇതെല്ലാം ഇതിന് മുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഈ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്ന രീതിയിൽ ഈ സ്റ്റോൺ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ തന്നെ അല്ലാതെ കുറച്ച് വ്യൂ പോയിന്റിനുള്ള ഏരിയാസ് അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് വേണമെങ്കിലും പോവാം. പിന്നെ ഇവിടെയുള്ള കുറേ പക്ഷികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും കുരങ്ങന്മാരാണ് ഇവിടെ കൂടുതൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കാണുന്നത്. അതുകൊണ്ട് ഈ ഫുഡ് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോകും. മാക്സിമം അതൊക്കെ ഒഴിവാക്കിയിട്ട് വരിക. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഇങ്ങനെയാണ്. അതിങ്ങോട്ട് പോകുന്ന വഴിക്കല്ല ഇങ്ങനെ കുറേ വ്യൂ പോയിന്റ് അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അവിടെ മയിലിരിപ്പുണ്ട്. കരയാണ് കേട്ടോ. അപ്പോൾ എല്ലാം മയിലാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. അതിന് വേണ്ടിയുള്ള എല്ലാവരും ഒരുക്കിയിട്ടപ്പോൾ ഉണ്ട്. പിന്നെ ഫോണിൽ കാണുന്നതിനേക്കാളും എപ്പോഴും ഒരു സുഖം നേരിട്ട് കാണുന്നതാണ്. ഫോണിൽ കൂടെ നമ്മൾ പറഞ്ഞുള്ള ഇതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് അതിനെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിന് വേറൊരു ഫീലാണ്. നേരെ നമ്മൾ ചെന്ന് കയറുന്ന ഒരു ടെമ്പിളിലെ ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് പിന്നാണ് നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നില്ല. അങ്ങനെ കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് വ്ലോഗിനകത്ത് തീരത്തില്ല, കുറേ അധികം കാണും. കാരണം ഇപ്പോഴും ഈ ട്രക്കിങ്ങിന് പോകുന്ന വഴിക്ക് ഒരുപാട് ഗുഹകൾ, അതുപോലെ അത് പണ്ടത്തെ എന്തോ ലാവ വന്നിട്ട് അതിൻ്റെ പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായ എന്തൊക്കെയോ പറയുന്നത്, അങ്ങനെയുള്ള കുറേ ഗുഹകളും കാര്യങ്ങളുണ്ട്. അവിടെ ഇപ്പോഴും ഈ ഋഷിവര്യന്മാരും അതുപോലെ സാധനമാരൊക്കെ ഇൻവിസിബിളായിട്ട് തപസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ അവർ കുറച്ചും കൂടെ ശുദ്ധിയായിട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവർ നോക്കിയെല്ലാം ചെയ്യുന്നത്. നല്ല ക്ഷീണമുണ്ട്, സ്റ്റെപ്പ് കയറുന്നതുകൊണ്ടാണ്. ആ ഒരു ഫീൽ നിങ്ങൾക്കും പറഞ്ഞവിടെ വരുമ്പോൾ നിങ്ങളിങ്ങനെ വീടെടുത്ത് നോക്കിയാൽ മതി. ഈ അണപ്പ് എന്നെക്കാലം കൂടുതൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും, ഉണ്ടാത്തവരും കാണും. ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ സ്റ്റാമിന. നമ്മൾ ഏറെക്കുറെ മുകളിൽ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണ് വരുന്നത്. കയറി വരുമ്പോൾ ഫസ്റ്റ് വ്യൂ താണ്ടി ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് ടെമ്പിളും കാര്യങ്ങളും വരുന്നത്. ബസവ കല്യാണി അങ്ങനെ എന്താണ് പറയുന്നത്. അത് കല്യാണി എന്ന് പറയുമ്പോൾ ഈ ഒരു കുളത്തിന് പറയുന്ന പേരാണ് ബസവ കല്യാണി. പിന്നെ ബസവ എന്ന് പറയുന്നത് ഒരു നന്ദിയുണ്ട്. ആ നന്ദിയുടെ പറയുന്നതാണ് ഈ നീരുറവ് വരുന്നത്. ആ നീരിനകത്ത് നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കിൻ പ്രോബ്ലംസ് ബാക്കിയുള്ള അസുഖങ്ങളൊന്നും വരത്തില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ തീരത്തില്ല. 360 ദിവസവും ഇതിലൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. നന്ദിയാണ്, ഈ നന്ദിയുടെ വായിക്കൂടാണ് 360 ദിവസവും വെള്ളം നിൽക്കാതെ വന്നുകൊണ്ടിരിക്കും. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല ഈ തിരക്കാണ്. കാരണം ആ വരുന്ന വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയും അങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ വരും. അവർ പാവങ്ങൾ കഴുകി പോകുന്നു. അത് കാശിയിലെ സെയിം ഒരു ട്രഡീഷണൽ വിശ്വാസം ഇവിടെ ഉണ്ട്, ദക്ഷിണകാശി എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് നോർമലി ഉത്സവം കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശിവരാത്രി ആ ഒരു ടൈമിലാണ് ഇവിടെയും ഉത്സവങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഈ ഒരു പ്ലേസ് എല്ലാം ലൈറ്റ് സെറ്റിങ് എല്ലാ കാര്യവും ഭയങ്കര നല്ല രീതിയിൽ അവർ ആഘോഷിക്കും. ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ട്രക്കിങ്ങിന് പോകാൻ പറ്റിയ കിടിലിന് ഒരു സ്പോട്ടാണ്. ഫുള്ള് ട്രക്കിങ് ഏരിയയാണ്, മുകളിലോട്ട് ഫുള്ള്. ഈ ട്രക്കിങ്ങിന് പോകുന്ന വഴി തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി അത്ര ഗുഹകൾ പോലുള്ള വഴികളിൽ പോകണം. അപ്പോൾ ഭയങ്കര ലീനായിട്ടുള്ള ആരോ പോലത്തെ വഴികളൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയൊക്കെ ഉള്ളത്. അപ്പോൾ മണ്ടയ്ക്ക് പോകുമ്പോൾ അടിപൊളിയാണ്. നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോൾ എന്താണ്ട് ആ ടെമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നിട്ട്. പക്ഷേ ഇപ്പോൾ നേരത്തെ ട്രക്കിങ്ങിന് പോകണമെങ്കിൽ നേരത്തെ ഓൺലൈൻ വഴി എന്തോ ബുക്ക് ചെയ്യണമെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നാണ്. ഈ ടൈമിൽ ട്രക്കിങ് കാണത്തില്ല, എല്ലാം പൂട്ടിയിട്ടൊക്കെ ഉണ്ട്. ട്രക്കിങ്ങിന് പോകുന്ന ജസ്റ്റ് ആ വഴി തന്നെ നിങ്ങളുണ്ട്, ഇതിലേക്കൂടെ ട്രക്കിങ് ചെയ്ത് പോകുന്നത്. മണ്ട വരെ ഇതുപോലെയാണ്, നോർമൽ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല അവിടെ ട്രക്കിങ്ങിന് വേണ്ടി.
തിരിച്ച് നമ്മൾ ഇറങ്ങിപ്പോകുന്ന സെയിം ഈ വഴി തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങിപ്പോകുന്നത്. ഇത് ഇവന്മാരുടെ ഒരു ഏരിയ ആണ്. ഇവിടെ എവിടെ നോക്കിയാലും ഇതുങ്ങൾ വെച്ച് വളരെ കൂടുതലാണ്. കാരണം ഇത് നിങ്ങൾക്ക് ഫുഡെല്ലാം അത്യാവശ്യം ഇവിടെ നിന്ന് കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വരാനാണെങ്കിൽ സീരിയസ് ആയിട്ട് അത് എടുത്തുകൊണ്ട് പോകും. കാരണം ഇവിടെ എവിടെ നോക്കിയാലും ഈ കുരങ്ങ് ഇങ്ങനെയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ കഴിക്കുന്ന സാധനങ്ങൾ മാക്സിമം ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുക, തറ വെച്ച് തന്നെ തിന്നാൻ നോക്കുക. അതായിരിക്കും ഒരു ട്രക്കിങ്ങിനായാലും ഏതായാലും ഒന്നെങ്കിൽ ബാഗിൽ തന്നെ ഇട്ട് വെക്കുക. ഇവിടെ എന്തൊക്കെയുണ്ട് എനിക്കൊന്ന് മുരുകൻ്റെ വല്ലതും പ്രതിഷ്ഠയായിരിക്കും മേ ബി. മയിലൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെ ഇതെല്ലാം ഒരു ടെമ്പിൾ ആ ഒരു രീതിയാണ് കാണുമ്പോൾ. നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം ടെമ്പിളും അവിടുത്തെ ഓരോ രൂപങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പരിധിയില്ലാത്ത മയിലിൻ്റെ തന്നെ എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. ഇതൊരു ടെമ്പിൾ തന്നെയാണ്. മേ ബി മുരുകൻ അമ്പലമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. നമ്മൾ മണ്ടയ്ക്ക് കയറി കണ്ടില്ല ട്രക്കിങ്. ആ ഒരു ട്രക്കിങ് മാത്രമല്ല, ഇതിപ്പോൾ ഒരു സെപ്റ്റംബർ കഴിഞ്ഞിട്ടൊക്കെ വരുന്നെങ്കിൽ ഇവിടെ നമുക്ക് വേറെ സൈഡുണ്ട്. അതായത് തറയുന്നേ ട്രക്കിങ്. ഇതുപോലെ സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ കയറി ടെമ്പിൾ വരെ വന്നില്ലേ, ഇതുവഴി അല്ലാതെ തന്നെ സെപ്പറേറ്റ് വേറെ വഴിയുണ്ട്. അത് നോർമലി ഇവിടെ വരുന്ന ആർക്കും അറിയത്തില്ല. അത് സെപ്പറേറ്റ് വഴിയാണ്. തറയിൽ നിന്ന് തന്നെ നിങ്ങൾ ലെഫ്റ്റ് കയറി പോകണം. ഞാൻ ആ തറ ചിലപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിലെ കൂടെ കയറി പോകാന്നുണ്ടെങ്കിൽ കൂടുതലും ഈ വെള്ളം, അതായത് വെള്ളം ഇങ്ങനെ ഒഴുകി വരും മലയുടെ ഇടയ്ക്കൂടെ. നമ്മളതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് നടന്ന് കയറാൻ പറ്റും. അപ്പം കൂടുതൽ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ട് വെള്ളത്തിൽ കളിച്ച് എക്സ്പ്ലോർ ചെയ്ത് കയറാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രക്കിംഗ് എല്ലാം തന്നെ സെപ്പറേറ്റ് മതി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയിൽ കൂടെ നമ്മൾ കയറുന്ന ട്രക്കിംഗ് ടൈം. മറ്റേത് നല്ല വഴുക്കലെല്ലാം ഉള്ള അതിൽ കൂടെ നമ്മൾ പണ്ട് ഞാൻ നടന്ന് കയറിയിട്ടുണ്ട്. അതിൽ കൂടെ അത് വേറൊരു അത് നോളാരും നമുക്ക് പറഞ്ഞു തരത്തില്ല. നമ്മളായിട്ട് തന്നെ അങ്ങനെ ഒരു ദിവസം പോയത് കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അവർ വേലിയിട്ട് വെച്ചത്. അത് പോകണമെങ്കിൽ തറയിൽ നിന്ന് തന്നെ കയറി ആ ഒരു വഴി കൂടെ പോകണം. ഇപ്പോൾ ഇവിടെ എല്ലാം ഉണങ്ങി പാറ മാത്രമേ ജസ്റ്റ് കാണത്തുള്ളൂ. നമ്മൾ സെപ്റ്റംബർ കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ രണ്ട് വഴി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ട്രക്കിംഗ് പൈപ്പ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇതിലേ കൂടെ. അതേസമയം ഇപ്പം വെള്ളത്തിൽ എക്സ്പ്ലോർ ചെയ്ത് അടിച്ചു പൊളിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ ആ ഈ വഴി നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ വന്ന സ്പോട്ട് വേറെ ഒന്നുമല്ല, അന്തർഗംഗ എന്ന് പറയും. അതായത് ബാംഗ്ലൂരിൽ നിന്നൊരു 70 കിലോമീറ്റേഴ്സ്. അതുകൊണ്ട് കോളാർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഓട്ടോയിൽ വേണമെങ്കിൽ നമുക്ക് കയറി വരാൻ പറ്റും. കാരണം അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. കാരണം പിന്നെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ എന്തിട്ടാലും നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. അന്തർഗംഗ അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ലെങ്ത് ആയി പോകും. കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കാം. ഒരുപാട് ആൾക്കാർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കൂടുതലും അവർക്ക് എവിടെയൊക്കെ ആ പ്ലേസ് കാണണം, എന്തൊക്കെയാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. മനസ്സിലാവും. ബാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കോ. പക്ഷേ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വരുന്ന സ്പോട്ട് വേറെ ഒന്നുമില്ല. ഇതുപോലെ കോളാർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം. അവിടുന്ന് ഓട്ടോ കാണും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഉണ്ട്. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ട്രക്കിങ് പോകണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നടന്ന് കയറി അമ്പലം കണ്ട് അവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പോട്ടിൽ പോയി നിൽക്കുക, വ്യൂ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മയിലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പറഞ്ഞു തരണ്ടല്ലോ. കമൻറ്റ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്ക്. ശരിയാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ.